23-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം. ആ 4-ാം വാക്യത്തിൽ രണ്ട് പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു. മരണ നിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് പ്രകാരം ഞാൻ ഈ വടിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുക. സങ്കീർത്തനക്കാരനായ ദാവീദാണ് പറയുന്നത്, നിന്റെ വടി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇസ്രായേൽ രാജ്യത്തെ ആദ്യ രാജാവ് ശൗൽ രാജാവായിരുന്നു. രണ്ടാമത്തെ രാജാവ് ദാവീദ് രാജാവായിരുന്നു. ആ ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. ആ ദാവീദ് രാജാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ദൈവമായ യഹോവയോട് യഹോവയുടെ നാമത്തിൽ അവരുമായുള്ള വിശ്വാസ ബന്ധത്തിൽ പറഞ്ഞ ഒരു വാക്കാണ് നിന്റെ വടി. അപ്പൊ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തോട്, യഹോവ ദൈവത്തോട് ഇസ്രായേൽ രാജ്യത്തെ രാജാവായ ദാവീദ് പറയുകയാണ്, നിന്റെ വടി. ഞാൻ ചോദിക്കട്ടെ, യഹോവയായ ദൈവമല്ല ഈ വടി? ദാവീദ് പറയുമ്പോൾ നിന്റെ വടി, യുവർ ലോഡ് ഈസ് മൈ കംഫോർട്ട്. നിന്റെ വടി എന്റെ ആശ്വാസമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ആ വടി ഏതാണ് എന്നൊന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. മോശയും അഹരോനും ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ പിന്നാലെ വന്നു എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം മോശയെ വിളിച്ചത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ മോശയെ വിളിച്ച് മോശ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ഞാനൊന്ന് വായിക്കട്ടെ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ട് അത് തളിർത്ത് പൂത്ത് ബദാംഫലം കായ്ക്കുന്നു. ഇത് അഹരോന്റെ വടിയാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ ആടുകളെ മേയിച്ച സ്ഥലത്തു നിന്ന് താൻ ആടുകളെ നല്ലതുപോലെ ലെവൽ ചെയ്യാൻ ഉപയോഗിച്ച വടിയും തന്റെ കൈയെടുത്തുകൊണ്ട് പോരുകയാണ്. ഒരു സംശയം തോന്നും, ഈ രണ്ടുപേരുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. രണ്ടുപേരും വടി ഉപയോഗിച്ചതായി ബൈബിളിൽ കാണുകയാണ്. അഹരോൻ പുരോഹിതനായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലേവി ഗോത്രത്തിൽപ്പെട്ട അഹരോന്റെ ഗോത്രത്തിൽപ്പെട്ട കോരഹ് എന്ന് പറയുന്ന ഒരാള് തന്നോടൊപ്പം ഏതാണ്ട് 250 പ്രമാണികളെ കൂട്ടിവരുത്തി അഹരോന്റെ പൗരോഹിത്യത്തിനെതിരെ
വാഗ്വാദങ്ങളും മത്സരങ്ങളും നടത്തിയതായി ബൈബിളിൽ വായിക്കുന്നു. ഇത് സഹികെട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, 12 ഗോത്ര തലവന്മാരും ഓരോ വടികൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന സാക്ഷ്യത്തിന്റെ അടുക്കൽ വെക്കണം എന്ന് പറഞ്ഞാൽ, ഇതേപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം സാക്ഷ്യം, ആ സാക്ഷ്യപ്പെട്ടകത്തിന്റെ അടുക്കൽ വെക്കണം. ഓരോ വടികളിലും അതാത് ഗോത്ര തലവന്മാരുടെ പേരുകൾ എഴുതണം. എന്നാൽ ലേവി ഗോത്രം എടുക്കുന്ന വടിമേൽ ആഹരോന്റെ പേര് എഴുതണം. അത് മാത്രം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അങ്ങനെ 12 പേരുടെ പേരുകൾ എഴുതി 12 വടികൾ സാക്ഷ്യപ്പെട്ടകത്തിന്റെ അടുക്കൽ വെച്ചു. പിറ്റേ പ്രഭാതത്തിൽ ഈ വടികൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുമ്പോൾ 11 വടികളും വെച്ചതുപോലെ ഇരിക്കുന്നു. 12ാമത്തെ വടി പൂത്ത് തളർത്ത് ഫലം കായ്ച്ചിരിക്കുന്നു. അതാണ് സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. പിറ്റേനാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബലാഫലം കായ്ച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 11 വടികൾ അങ്ങനെ ഇരിക്കുന്നു. 12ാമത്തെ വടിയായ അഹരോന്റെ വടി പൂത്ത് തളർത്ത് ബലാഫലം കായ്ച്ചിരിക്കുന്നു. എന്നിട്ട് അത് കണ്ടോണ്ട് പറയാണ്, ഇത് മത്സരിച്ചവർക്ക് ഒരു അടയാളമായിരിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തിൽ നിന്റെ വടി എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞ വടി ഈ വഴിയാണ്. ഈ വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നതാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പഴയ നിയമത്തിൽ മത്സരികൾക്ക് അടയാളമായി മഹാപുരോഹിതനായ അഹരോന്റെ വടി മാത്രം തളർത്തുവെങ്കിൽ ആ തളർത്ത വടി മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാലസമ്പൂർണതയിൽ ഈ ഭൂമിയിൽ യാഗമായി കടന്നു വന്ന കർത്താവായ യേശുവിനെയാണ് കാണിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. 1-2 കാര്യം കൂടി അതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. ഈ വടി തളർത്തു എന്ന് പറയുന്നത് മരണാനന്തരം യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിനെ കാണിക്കുമ്പോൾ ബദാം ഫലം മനോഹരമായ ഫലങ്ങൾ കായ്ച്ചു എന്ന് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു മനുഷ്യനായി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് അവിടെ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവിടെ പറയുന്ന ബദാം വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഫലങ്ങൾ നമ്മളാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും വിശുദ്ധന്മാരായി, ദൈവമക്കളായി, ദൈവസഭയായി, ദൈവജനമായി ഈ ഭൂമിയിൽ കാണപ്പെടുകയില്ലായിരുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദ് പറയാണ്, നിന്റെ വടി എന്നെ സൗന്ദര്യപ്പെടുത്തുന്നു, നിന്റെ വടി എന്നെ സഹായിക്കുന്നു, നിന്റെ വടി എനിക്ക് അനുഗ്രഹം നൽകുന്നു, നിന്റെ വടി എന്നെ സമാധാനിപ്പിക്കുന്നു, നിന്റെ വടി എന്റെ മനസ്സിനെ ശാന്തസുന്ദരമായ അവസ്ഥയിൽ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിന്റെ വടി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു എന്ന ഏകനാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ചു, ജീവിച്ചു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പാപം ക്ഷമിച്ചു, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുക. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള
കേൾവിക്കാരായ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മളെ സാന്ത്വനപ്പെടുത്തുവാൻ, നമുക്ക് വേണ്ട നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ തരുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആ കഴിവുള്ളവൻ ഇവിടെ ദാവീദ് പറയുന്ന ദൈവത്തിന്റെ സാക്ഷാൽ ഏകവടിയാകുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങള് നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ചിലത് മാനുഷികമായ വിശ്വാസവും ചിന്തയുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടില് ഒരു 10-24 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ വെല്ലുമയും ആ വീട്ടിലുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ കുട്ടി, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 40 ഏക്കറിൽ പ്രബലനായി നിൽക്കുന്ന ഒരു മാനുഷിക സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണെന്ന് മാത്രം ഈ തരുണത്തിൽ ഞാൻ പറയുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കൊച്ചിന്റെ വല്യമ്മ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവ ലേഡിയാണ്. ഈ കൊച്ച് ഒരു മനുഷ്യൻ, നമ്മളെ പോലെ മാത്രം ജീവിച്ച് അവസാനം മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ആ മനുഷ്യന്റെ പിന്നാലെയും ജനങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഉള്ള ജനങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയായി ഈ പെൺകുട്ടിയെ കണ്ട് ഒരു 15-20 മിനിറ്റ് നേരം ആ കുട്ടി ഞാനുമായിട്ട് വാദപ്രതിവാദം നടത്തി. ആ കുട്ടിക്ക് ഒറ്റയൊരാളെ മാത്രമേ താല്പര്യമുള്ളൂ. ആ താല്പര്യമുള്ള വ്യക്തിയുടെ പേര് ഞാൻ ഈ മൈക്രോഫോണിലൂടെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കാം. ഞാന് ഇനി ആ കൊച്ചിനെ ഒരിക്കലും കാണത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അറിഞ്ഞ് ആരാധിച്ച് സേവിച്ച് വിശ്വസിച്ച് ആശ്രയിച്ച് പിൻഗമിക്കുന്ന ആ മനുഷ്യൻ ദൈവത്തിന്റെ സുവിശേഷവുമായി യാത്ര ചെയ്ത് അവസാനം യേശു ക്രിസ്തുവിനെ നിരാകരിച്ച് നീചനായി മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ പോയാൽ നീ കൊടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, 1000-1000 ലക്ഷങ്ങൾ ഈ മരിച്ചുപോയ മനുഷ്യന്റെ പുറകെ ഓടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നവരാണ്. ഇനിയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയുമെന്ന് കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സഹായിക്കുവാൻ, ഏതവസ്ഥയും നമ്മളെ താങ്ങുവാൻ, നമ്മളെ ഉദ്ധരിക്കുവാൻ, നമുക്ക് വേണ്ട നന്മകൾ നൽകുവാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇടപിടിച്ചിരിക്കുന്ന കേവലം മരണത്തോടുകൂടി അസ്തമിച്ചുപോയ ആ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വഴിയാളുടെ ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനെയും സഹായിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ആധികാരികമായി നമ്മൾ അറിഞ്ഞ് വിശ്വസിച്ച് അതിന്റെ സാക്ഷികളായി മുന്നോട്ട് പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. ആ മനുഷ്യൻ കുറെ കാലം ഇതേപോലെ ഒരു വേദപുസ്തകം കൊണ്ട് നടന്ന മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം കർത്താവായ യേശുവിനെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക്, നിങ്ങളെ ഉദ്ധരിക്കാൻ ഞാനാണ്. അദ്ദേഹം ഉദ്ധരിച്ച ആ ഉദ്ധാരണ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, പൈശാചിക ബന്ധത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, മ്ലേച്ഛകരമായ അനാത്മീയതയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരാളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അത് കർത്താവായ യേശു എന്ന ഏകനാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉത്തമയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ ഉത്തമയുടെ പുസ്തകത്തിൽ നമുക്ക്
പലവിധമായ പേരുകളും സംഘങ്ങളും ഒറ്റയ്ക്കുള്ള വ്യക്തികളെയും എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോൽക്കാൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ ഞാൻ എന്റെ പ്രിയനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ സ്ത്രീ പറയാണ്, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം എന്ന പോലെ ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ കാട്ടുമരങ്ങൾ ഒത്തിരി ലോകത്തിൽ കാണും. പക്ഷേ ഈ ശൂലമി പറയുന്ന പോലെ നല്ലൊരു നാരകം കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇന്ന് നാമത്തിൽ ഞാൻ പറയട്ടെ, കാട്ടുമരങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലാണ് വളരെ 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 പ്രയാസകരമായി കണ്ടുമുട്ടി യാത്ര കൂടെ പോകുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഒരു നാരകമുണ്ടെങ്കിൽ ആ നാരകം നമ്മുടെ ജീവരക്ഷകനായ വിഷയാണെന്നുള്ള ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. പൺകുടികളോട് പറയട്ടെ, നമ്മൾ ജീവിക്കുന്ന താമസിക്കുന്ന ചുറ്റുപാട് എത്രയോ എത്രയോ കാട്ടുമരങ്ങളാൽ നിറമെങ്കിൽ ആ മരങ്ങളൊന്നും നമുക്ക് ഒരു രീതിയിലും ഉപയോഗമുള്ളതല്ല, ഉപകാരപ്രദമല്ല, ആദായകരമല്ല, അനുഗ്രഹകരമല്ല, പ്രയോജനമല്ല. എന്നാൽ അതിന്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന നാരകം കാഴ്ചയിൽ നമുക്ക് അല്പപ്രയാസം തോന്നാമെങ്കിലും അതിനോടടുത്ത് ചെല്ലുമ്പോഴും അത് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി സമാധാന പൂങ്കാവനത്തിലേക്ക് പരിശുദ്ധ ജീവൻ നയിപ്പാൻ നമ്മളെ അനുവദിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വാത്സല്യമുള്ള ദൈവമക്കളെ, 23-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദ് പറയാണ്, നിന്റെ വഴി എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യുവർ സ്റ്റിക്ക് ഈസ് കംഫർട്ടിംഗ്. നിന്റെ വഴി എന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ വഴി നിങ്ങൾ ഇന്നുവരെ കരങ്ങളിൽ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് കരങ്ങളിൽ എടുക്കണം എന്ന കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ആ വഴിയെ നിങ്ങൾ ഇതേപോലെ വിനിമയം ചെയ്യണമെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഏത് യാത്ര പോയാലും ആ മനോഹരമായ വഴി നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിനക്കെതിരെ കടന്നു വരുന്ന ഏത് അനർത്ഥത്തെയും അതിജീവിച്ചു മുന്നോട്ട് പോകാൻ ആ വഴി നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഇവിടെ സങ്കല്പനക്കാരനായ ദാവീദ് പറയുമ്പോൾ അതിനെ നമുക്ക് ഏറ്റെടുക്കാം. ആ ഒരു വാക്കിന്റെ വില എത്രയോ വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കയ്യിൽ ആ വടി ഉണ്ടായിരുന്നു, ആരോന്റെ കയ്യിൽ ആ വടി ഉണ്ടായിരുന്നു. അവർ ആ വടി ഉപയോഗിച്ചപ്പോൾ ഒന്നിലൂടെ ഒന്നായി ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ആ മഹാമാരി ഇസ്രായേലിന്റെ വഴിയാത്രയിൽ മരുഭൂമി യാത്രയിൽ അവർ കണ്ടുവെങ്കിൽ ഇത് വെക്കാൻ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ ഈ കർത്താവായ യേശുവിന്റെ വഴി നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കഴിയും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആ വഴി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആ വഴിയെ നമുക്ക് മാറ്റിവെക്കുവാൻ സാധിക്കത്തില്ല. ആ വഴിയെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏത് ജീവിത സമയ സന്ദർഭങ്ങളിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിന്റെ വഴി എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ വഴി നമ്മുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ ആശ്വസിപ്പിക്കാൻ തന്നെ ചെയ്യും. അത് യേശുവെന്ന വഴിയാകിയ ആ വഴിയുടെ ശക്തികൊണ്ട് നമ്മളെ ആ വഴിയുടെ ഏറ്റവും വലിയ ശക്തി കണ്ടവൻ ഈജിപ്തിലെ രാജാവായ ഫറവോനാണ്.
ആമേൻ. ഫറവോന്റെ അടുക്കൽ മോശയും അഹരോനും എത്തുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മോശയോട് ആ രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ ആ വടിയും കൂടെ കയ്യിലെടുത്തോണമേ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും ഒരു കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് യാത്ര തിരിച്ചു. ദൈവത്തിന്റെ വടിയും അവൻ കയ്യിലെടുത്തു. ഇത് മോശയുടെ വടിയല്ല, അഹരോന്റെ വടിയല്ല, ആട്ടിടയുടെ വടിയല്ല, ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെയും വടിയല്ല, ഇത് ദൈവത്തിന്റെ വടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് ഒറ്റ വടിയേ ഉള്ളൂ, ഏക വടിയേ ഉള്ളൂ. അത് തന്റെ ഏകജാന പുത്രനായ യേശു ക്രിസ്തുവാണ് ഏക വടിയാണോ? പ്രിയ ദൈവമക്കളെ, ഒത്തിരി വടികളില്ല, ഒറ്റ വടിയേ ഉള്ളൂ. അത് കർത്താവായ യേശുവാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ വടിയുടെ മാഹാത്മ്യം ആദ്യമേ മനസ്സിലാക്കിയത് ഫറവോൻ എന്ന ഈജിപ്തിലെ രാജാവാണ്. ഫറവോന്റെ മുന്നിൽ ആ വടിയുമായിട്ടാണ് മോശ ചെല്ലുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ വടിയുടെ അത്ഭുതം ഫറവോൻ കണ്ടു. മന്ത്രവാദികളെ വിളിച്ചു. തങ്ങളുടെ വടികളും നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നു. മോശയുടെ പാമ്പായി തീർന്ന വടി മന്ത്രവാദികളായ ഈജിപ്തിലെ ഫറവോൻ രാജാവിന്റെ മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങി കളഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ശത്രുക്കളെ സംഹരിക്കുവാൻ, നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ ശത്രുക്കളെ ഉന്മൂലം തീർത്തു കളയുവാൻ ഈ വടിക്ക് അധികാരമുണ്ട്. കഴിവുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, യാത്രയിൽ ഈ വടിയുടെ കരകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ല, ഒരു അന്ധകാര ശക്തിയും ഫലിക്കത്തില്ല, ഒരു പൈശാചിക മൂർത്തി ശക്തിയും ഫലിക്കത്തില്ല. നമ്മള് അറിയേണ്ടത് ലോകത്തിൽ കാണപ്പെടുന്നത് പോലെയല്ല നമ്മുടെ കർത്താവായ യേശു. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, ഒത്തിരി കാട്ടുമരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ നമുക്ക് ചുറ്റുപാടുമായിട്ട് കാണും. ആ കാട്ടുമരങ്ങളെ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടരുത്. ആമേൻ. ആ കാട്ടുമരങ്ങളെ ഒന്നും നിങ്ങൾ താല്പര്യപ്പെടരുത്. ആ കാട്ടുമരങ്ങളോടൊന്നും നിങ്ങൾ നല്ല സ്ഥായി കാണിക്കരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുമായി സംസാരിച്ചു വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം, ഒത്തിരി വിദ്യാസമ്പന്നന്മാരായ ആൾക്കാരും ആ വഴിയെ പോകുന്നുണ്ട് എന്ന് ഞാൻ ആ കുട്ടിയിൽ നിന്ന് കേൾക്കുകയുണ്ടായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി വിദ്യാസമ്പന്നന്മാരായ മനുഷ്യർ ആ മനുഷ്യന്റെ പിന്നാലെ പോകുന്നുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യനും ആ മനുഷ്യന്റെ പിന്നാലെ പോകുന്നില്ല എന്ന് പറയുകയുണ്ടായി. കാരണം ബൈബിൾ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ പാണ്ഡിത്യമോ ഉന്നത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളോ അല്ല ദൈവസന്നിധി ദൈവം പരിഗണിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പിച്ചക്കാരന്റെ മനസ്സാണ്. ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്ന, ആരോരുമില്ലാതെ വഴി പക്കത്ത് കിടക്കുന്ന ഒരു നിരാലംബനായ മനുഷ്യന്റെ ഹൃദയത്തെയാണ് ദൈവം പരിഗണിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. ആമേൻ. ദൈവത്തിന്റെ പിന്നാലെ പോകുന്നവർ ബുദ്ധിമാന്മാരാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. ദൈവത്തെ സേവിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. മണ്ടന്മാരായതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത് കേട്ടോ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് നമ്മുടെ ഭാവിയെ കുറിച്ച് വലിയ കാഴ്ചപ്പാട് കണ്ടതുകൊണ്ടാണ് ഒത്തിരി ഈ ലോകപ്രകാരമുള്ള ബുദ്ധി രാക്ഷസന്മാർ ഒരിക്കൽ കർത്താവിന്റെ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് നീ മാത്രം ദൈവം എന്ന് പറഞ്ഞ് തീയും ഗന്ധവും കത്തുന്ന നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പോലെയുള്ള സാധുക്കൾ കർത്താവിനോടൊപ്പം സിംഹാസനത്തിലിരിക്കും. അത് നമ്മൾ മണ്ടന്മാരായതുകൊണ്ടല്ല, ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ സ്ഥാപിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ,
സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വളരെ പ്രസക്തമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ വഴി എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വഴി എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏക രക്ഷകനും ഏക ദൈവവും ഏക കർത്താവും ഏക വീണ്ടെടുപ്പുകാരനും ഏക വഴികാട്ടിയും നമ്മുടെ ജീവന്റെ എല്ലാമായിരിക്കുന്ന കർത്താവായ യേശു എന്ന ഏക വഴിയാകിയാൽ ആ വഴിയുമായുള്ള നമ്മുടെ ഈ ലോക ജീവിത യാത്ര മുന്നോട്ട് പോയാൽ ആ വഴി ഒരിക്കലും നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുകയോ ശത്രുവിന്റെ സംഹാരത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയോ നമ്മളെ ഈ ഭൂമിയിൽ വെച്ച് ഉന്മൂലനം ചെയ്ത് കളയുകയോ ഇല്ല. അത് നമ്മളെ അനന്തമായ അനുസരണത്തിൽ കൊണ്ടെത്തിക്കും. ആ വഴി കർത്താവായ യേശു എന്ന ഏക രക്ഷകനാകിയാൽ ആ രക്ഷകർ എന്ന വഴിയിൽ കരങ്ങളിലേന്തി അതിനെ നമ്മുടെ ജീവന്റെ കേന്ദ്രമായി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ഏക വഴി അത് നമ്മുടെ രക്ഷകരായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ.